നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരം അങ്ങനെ വീണ്ടും സംഘർഷഭൂമിയാകുന്നു. കഴിഞ്ഞ കുറേ കാലമായി വലിയ സംഘർഷത്തിനൊന്നും സാക്ഷ്യം വഹിക്കാത്ത നഗരമാണ് തിരുവനന്തപുരം. ചോദിച്ചു വാങ്ങി എന്ന് പറയുന്നത് പോലെയാണ് ഈ കഴിഞ്ഞ ദിവസം SFI പിള്ളേർ വാങ്ങിക്കൂട്ടിയത്. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ SFI പ്രവർത്തകരും നേതാക്കളുമൊക്കെ സർവകലാശാല കെട്ടിടത്തിന് മുന്നിൽ സംഘടിച്ചു. വിജയാഹ്ലാദ പ്രകടനമായിരുന്നു SFI പദ്ധതിയിട്ടത്. പതിവ് പോലെ SFI പിള്ളേർ അറിയാതെ മുദ്രാവാക്യം വിളിച്ചു. ആരാടായി KSU? തുടർച്ചയായി മുദ്രാവാക്യം ആരാടായി KSU. എന്നാൽ അപ്രതീക്ഷിതമായി തൊട്ടപ്പുറത്ത് തടിച്ചുകൂടിയിരുന്ന KSU പിള്ളേർ തിരികെ മുദ്രാവാക്യം വിളിക്കുന്നു. ഞങ്ങളാടാ KSU. ഇത് SFI ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആരാട എന്ന് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ ഓടുകയാണ് KSU പിള്ളേരുടെ പതിവ്. അതിന് വിരുദ്ധമായി ഞങ്ങളാട KSU എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ഇതോടെ SFIക്കാർക്ക് കലിപൊട്ടി. ഞങ്ങൾ അടിച്ച് നിങ്ങളെ ചിതറിക്കുമെന്നായി SFI. അവർ കല്ലുപെറുക്കി SFI പിള്ളേരുടെ നേർക്കെറിഞ്ഞു. യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 37 സീറ്റിൽ 35 സീറ്റും നേടിയാണ് SFI തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചത്. എന്നാൽ പതിവിന് വിരുദ്ധമായി KSU വലിയ സാന്നിധ്യം അവിടെ പ്രകടിപ്പിച്ചു. ചെയർമാൻ അടക്കമുള്ള പ്രധാന ഭാരവാഹികളൊക്കെ SFIക്കാർ. SFIയുടെ ശിവ S പുതിയ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി. കടുത്ത മത്സരത്തിൽ 2 സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞത് വലിയ വിജയമായി KSU കണക്കുകൂട്ടുന്നു. യൂണിയനിലെ 3 വൈസ് ചെയർപേഴ്സൺ സ്ഥാനങ്ങളിൽ 1 KSU നേടി. KSU സ്ഥാനാർത്ഥി ഫാത്തിമ ഫർഹയാണ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ പദവിക്ക് പുറമെ അക്കൗണ്ട്സ് കമ്മിറ്റി സ്ഥാനവും KSU നേടിയെടുത്തു. മുദ്രാവാക്യം വിളിയിൽ തുടങ്ങിയ സംഘർഷം പിന്നീട് SFI KSU പ്രവർത്തകർ ചേരിതിരിഞ്ഞ് നേർക്കുനേർ മുദ്രാവാക്യം വിളിച്ചു. തുടർന്നായിരുന്നു രൂക്ഷമായ കല്ലേറ്. ഇതോടെ പോലീസ് കളത്തിലെത്തി. SFI പതിവ് പോലെ പോലീസിനോട് KSUക്കാരെ തല്ലി ഓടിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഭരണം മാറിയ വിവരം പോലീസുകാരുടെ മനസ്സിലുണ്ടല്ലോ. അവർ നേരെ SFIക്കാരുടെ നേർക്ക് തിരിഞ്ഞു. ജലപീരങ്കികൾ SFI പിള്ളേരുടെ നേർക്ക് തിരിച്ചു വെച്ചു. ഇത് കണ്ട് കലിപൊട്ടി റഹീം ഓടിയെത്തി. ഇരിക്കട അവിടെ നിന്ന് ആക്രോശിച്ചുകൊണ്ട് SFI പിള്ളേരെയെല്ലാം റോഡിൽ അങ്ങ് നിരത്തിയിരുത്തി റഹീം. നിലത്തിരിക്കുന്ന SFI പിള്ളേരുടെ പിന്നിൽ നിന്ന് ചില വിദ്വാൻമാർ KSUക്കാർക്ക് നേരെ കല്ലെറിഞ്ഞു. ഇതോടെ KSU നിലത്തിരിക്കുകയായിരുന്ന SFIക്കാർക്ക് നേരെ കല്ലെറിഞ്ഞു. പോലീസിന്റെ ലാത്തിയൊക്കെ പിടിച്ചു വാങ്ങി SFI പിള്ളേർ തിരിച്ചടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ജലപീരങ്കി. വീണ്ടും അട്ടഹസിച്ചുകൊണ്ട് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് റഹീം ഇതിനെല്ലാം മുന്നിലെത്തി. ഇരിക്കിനട അവിടെ. SFIക്കാരോടാണ് ഞാൻ പറയുന്നത്. ഒരു വിധത്തിൽ കുറേ പേരെ നിലത്തിരുത്തി. എന്നാൽ പിന്നീട് നടന്നത് അതിരസകരമായ സംഭവങ്ങൾ. ജലപീരങ്കി നേരെ SFI പിള്ളേർക്ക് നേരെ തിരിച്ചുവെച്ചു. ശക്തമായി ജലപീരങ്കി ഉപയോഗിച്ച് പോലീസ് ആഞ്ഞടിച്ചു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു പോലീസിന്റെ ഈ നടപടി. റഹീം അക്ഷരാർത്ഥത്തിൽ SFIക്കാരെ കുരുതിക്ക് കൊടുക്കുന്ന കാഴ്ച. SFI പിള്ളേർ പോലീസിന് നേരെ കല്ലെറിഞ്ഞതാണ് പോലീസിനെ ഇത്രയധികം പ്രകോപിപ്പിച്ചത്. കല്ലേറ് കൊള്ളാൻ പഴയ പോലീസ് അല്ലിത്. രമേശ് ചെന്നിത്തലയുടെ കീഴിലുള്ള പുതിയ പോലീസ്. SFIയെ ഇപ്പോൾ അവർ ഭയക്കുന്നില്ല. രാത്രി 10 മണിക്കാണ് സംഘർഷം തുടങ്ങിയത്. പിന്നീട് രസകരമായ ഒട്ടനവധി സംഭവങ്ങൾ. ഗറില്ല മോഡൽ ആക്രമണമാണ് അവിടെ നടന്നത് എന്ന് MP ജയരാജൻ പറഞ്ഞു. പിന്നീട് SFI നേതാക്കൾ ആശുപത്രികളിൽ ചികിത്സയിലായി. കേരള സർവകലാശാല ആസ്ഥാനത്തു നിന്ന് തുടങ്ങിയ കല്ലേറ് പാളയം രക്തസാക്ഷി മണ്ഡപം വരെ നീണ്ടു. സംഘർഷത്തിന്റെ ഉത്തരവാദിത്വം പോലീസിനാണ് എന്ന് റഹീം പറയുന്നു. ആക്രമണം നടത്തിയവരെയല്ലേ പോലീസ് തിരിച്ചടിക്കേണ്ടത്. പകരം പോലീസ് SFI പിള്ളേരെ ഉപദ്രവിച്ചു എന്നൊക്കെയാണ് റഹീം പറയുന്നത്. SFI സംസ്ഥാന നേതാക്കളായ PS സഞ്ജീവ്, M ശിവപ്രസാദ് തുടങ്ങിയവർക്ക് പോലീസ് മർദ്ദനമേറ്റു. M ശിവപ്രസാദ് സംഘർഷത്തിന് മുന്നിൽ നിന്ന് പോലീസിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണാമായിരുന്നു. ഏറുമണിയും തങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് SFI ഇന്നലെ പ്രതിജ്ഞയെടുത്തു. ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ ശക്തമായ പ്രതിഷേധം.
കേരളത്തിൻ്റെ തെരുവുകൾ വീണ്ടും കുരുതിക്കളമാക്കാനുള്ള നടപടികൾ SFI തുടങ്ങിക്കഴിഞ്ഞുവെന്നർത്ഥം. ജലപീരങ്കി പ്രയോഗം മാത്രമല്ല, പോലീസ് ശക്തമായ ലാത്തിചാർജ് നടത്തി. 4 തവണയാണ് കണ്ണീർവാതകം പ്രയോഗിച്ചത്. ഇതിനിടയിൽ ഒരു പോലീസ് വാഹനം SFI പ്രവർത്തകർ ആക്രമിച്ചു. 1.5 മണിക്കൂറിലധികം സമയം പാളയവും പരിസര പ്രദേശങ്ങളും യുദ്ധസമാനമായ സ്ഥിതിയിലായി. നേരത്തെ വോട്ടെണ്ണൽ നടക്കുമ്പോൾ പരസ്പരം മുദ്രാവാക്യം വിളികളുമായി KSU SFI പ്രവർത്തകർ നേർക്കുനേർ നിന്നിരുന്നു. പിന്നീട് സെനറ്റ് വോട്ടെണ്ണൽ കൂടി കഴിഞ്ഞതോടെ പരസ്പരം ഏറ്റുമുട്ടലിലേക്ക് കടന്നു. ഈ സംഘർഷത്തിന് കാരണം KSU മാത്രമല്ല, പോലീസിനും പങ്കുണ്ട്. പോലീസ് ഏകപക്ഷീയ ലാത്തിചാർജ് നടത്തി എന്ന് റഹീം പറയുന്നു. സംഘർഷത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പോലീസിനാണ്. SFI കൂടുതൽ സീറ്റുകളിൽ വിജയിച്ചതിന്റെ പിന്നാലെ KSUക്കാർ ആക്രമിക്കുകയായിരുന്നു. അവർ കല്ലെറിഞ്ഞു. പോലീസ് അവർക്ക് പിന്നാലെ പോകാതെ ഞങ്ങളുടെ പിള്ളേർക്കെതിരെയാണ് വന്നത് എന്ന് റഹീം പറയുന്നു. എന്നാൽ പോലീസ് വാഹനം എറിഞ്ഞു തകർത്ത SFI പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും എന്ന് പോലീസ് ആവർത്തിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ തെരുവുകളൊന്നും ഇനി ശാന്തമായിരിക്കില്ല. SFI DYFI പ്രവർത്തകർ വലിയ പ്രക്ഷോഭവുമായി തെരുവിലേക്ക് ഇറങ്ങും. ഇവരെയൊക്കെ നിയന്ത്രിക്കാനുള്ള ആർജവം പോലീസിനുണ്ടാകുമോ എന്ന് മാത്രമാണ് ജനങ്ങൾക്കറിയേണ്ടത്. ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചിന് ആഹ്വാനം നൽകിയിരിക്കുകയാണ് SFI. കേരളത്തിലെ കലാലയങ്ങളിലൊക്കെ വലിയ പ്രതിഷേധവും സംഘടിപ്പിക്കും. സമൂഹ മാധ്യമങ്ങൾ SFI പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുന്നത് മറ്റു ചിലത്. പഴയ കാലമൊക്കെ മാറി മക്കളെ, നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും വേണം ഇനി സമരം നടത്താൻ, ഇല്ലെങ്കിൽ പുതിയ പോലീസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടും. ഒരു വശത്ത് തോൽവിയിൽ വിരളി പിടിച്ചു നിൽക്കുന്ന പാർട്ടി SFI DYFI പ്രവർത്തകരെ തെരുവിലേക്ക് ഇളക്കിവിട്ട് ആവോളം പ്രതിഷേധ പ്രകടനങ്ങളും സമരങ്ങളും നടത്തുകയാണ് അവരുടെ ലക്ഷ്യം. തിരിച്ചു വാങ്ങുന്നത് പലിശ സഹിതമായിക്കോട്ടെ എന്ന് പരിഹസിക്കുന്നവരുണ്ട് SFIക്കാരെ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശക്തമായ രക്ഷാപ്രവർത്തനം നടത്താൻ പോലീസ് തയ്യാറാകണമെന്ന് പോലീസിനെ ചിലർ ഉപദേശിക്കുന്നു. പഴയ രക്ഷാപ്രവർത്തനമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇന്നലെ പാളയത്ത് നടന്നത് ചെറിയൊരു രക്ഷാപ്രവർത്തനം മാത്രമാണ്. അതിൻ്റെ ഉശിരുള്ള രക്ഷാപ്രവർത്തനം ഇനി കാണാൻ ഇരിക്കുന്നതേയുള്ളൂ. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്.